സെമിനാറുകളും വെബിനാറുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് അത് വളരെ എളുപ്പത്തിൽ കൺവേ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുക? അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്ക് ഗൂഗിൾ സ്ലൈഡ് വഴിയോ WPS ഓഫീസ് വഴിയോ ഒക്കെ തന്നെ ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഈ ഒരു അധ്യായത്തിൽ WPS ഓഫീസ് വഴി എങ്ങനെയാണ് ഒരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ മൊബൈൽ ഫുൾ വ്യൂവിൽ വെച്ച് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോഴായിരിക്കും ഒരു പക്ഷേ എളുപ്പത്തിൽ ഈ വീഡിയോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം നമ്മൾ WPS ഓഫീസ് ഓപ്പൺ ചെയ്യുന്നു. ശേഷം താഴെ റൈറ്റ് കോർണറിലായിട്ടുള്ള പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുന്നു. ശേഷം നമുക്ക് ലഭിക്കുന്ന ഓപ്ഷനുകളിൽ പ്രസൻറ്റേഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഏത് തരത്തിലുള്ള സ്ലൈഡാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യുന്നു. നമ്മൾ ബ്ലാങ്ക് ആയിട്ടുള്ളൊരു സ്ലൈഡ് സെലക്ട് ചെയ്യുന്നു. ശേഷം സ്ലൈഡ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമായ അത്രയും സ്ലൈഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഓരോ സ്ലൈഡുകളിലും ഡബിൾ ടാപ്പ് ടു ആഡ് ടൈറ്റിൽ എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ടൈറ്റിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അനിവാര്യമായ സബ് ടൈറ്റിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. നമ്മൾ വെറുതെ ഒരു ടൈറ്റിലും സബ് ടൈറ്റിലും കൊടുക്കുന്നു. നമ്മുടെ ടൈറ്റിലിനും സബ് ടൈറ്റിലിനും ഒക്കെ നമുക്ക് കളർ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി താഴെ ലെഫ്റ്റ് കോർണറിലുള്ള 4 ബ്ലോക്ക് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഹോം എന്നൊരു ഓപ്ഷനിലേക്ക് പോകും. അവിടെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിന് കളർ ആഡ് ചെയ്യാനും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബോക്സ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫിൽ കളർ ആഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ആഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. നമ്മൾ സബ് ടൈറ്റിലിനും ടൈറ്റിലിനും അതുപോലെ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അനുയോജ്യമായ കളറുകൾ നമ്മൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കളറുകളിൽ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം താഴെയായിട്ട് B എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബോൾഡ് ചെയ്യാനും A+ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് വലുതാക്കാനും A- എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് ചെറുതാക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ആവശ്യമായ രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് ക്രോപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഹോം എന്നുള്ള ഓപ്ഷനിൽ നമ്മുടെ ടെക്സ്റ്റിൻ്റെ സൈസ് വലുതാക്കാനും ചെറുതാക്കാനൊക്കെ ഉള്ളൊരു ഓപ്ഷൻ അവിടെ അവൈലബിൾ ആണ്. നമ്മൾ അടുത്തൊരു സ്ലൈഡിലേക്ക് പോകുന്നു. ഇവിടെ ഒന്നും എഴുതാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ എഴുതാനുള്ള പോർഷൻ ഡിലീറ്റ് ചെയ്തതിന് ശേഷം മറ്റൊരു ഫീച്ചർ പരിചയപ്പെടുവാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ. അതിനുവേണ്ടി നമ്മൾ വീണ്ടും 4 ബ്ലോക്ക് എടുക്കുന്നു, ഇൻസേർട്ട് എടുക്കുന്നു, അവിടുന്ന് ഷേപ്പ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. ഇവിടെ ഒരുപാട് ഷേപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മളൊരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ഷേപ്പുകൾ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ സർക്കിളുണ്ട്, ട്രയാങ്കിളുണ്ട്, അതുപോലെ തന്നെ സ്റ്റാറുണ്ട്, അങ്ങനെ കുറേയേറെ ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളൊരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ഷേപ്പുകൾ നമ്മുടെ ഒരു പ്രസൻറ്റേഷനിൽ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് അത് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മളിപ്പോൾ വെറുതെ കുറച്ച് ഷേപ്പുകൾ നമ്മളുടെ ഈ ഒരു സ്ലൈഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നമ്മുടെ ഷേപ്പുകൾക്ക് കളർ ചെയ്യുന്നതിനായിട്ട് ഷേപ്പ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കളറുകൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്പം നമ്മൾ എല്ലാ ഷേപ്പുകൾക്കും കളർ ചെയ്തു. അതിനുശേഷം നമ്മൾ അടുത്തൊരു സ്ലൈഡിലേക്ക് പോകുന്നു. അവിടെ നമ്മൾ മറ്റൊരു ഫീച്ചർ പരിചയപ്പെടുന്നത് കൊണ്ട് എഴുതാനുള്ളൊരു പോർഷൻ ഡിലീറ്റ് ചെയ്യുന്നു. ശേഷം 4 ബ്ലോക്ക് സെലക്ട് ചെയ്യുന്നു. ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷൻ, അവിടെ നമ്മൾ ടേബിൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രസൻറ്റേഷനിൽ ഇത്തരത്തിലുള്ള സ്ക്രീനിൽ കാണുന്ന മാതിരിയുള്ള ടേബിളുകൾ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത ഒരു സ്ലൈഡിലേക്ക് പോകുന്നു. അവിടെ നമ്മൾ എഴുതാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് എഴുതാനുള്ള ഒരു പോർഷൻ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് കോർണറിലുള്ള 4 ബ്ലോക്ക് സെലക്ട് ചെയ്ത് ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷൻ എടുത്ത് ചാർട്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. ഇവിടെ നമുക്ക് ചാർട്ടുകൾ ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു പ്രസൻറ്റേഷനിൽ നമുക്ക് ഇത്തരത്തിലുള്ള ചാർട്ടുകൾ അനിവാര്യമാണെങ്കിൽ ചാർട്ടുകൾ ആഡ് ചെയ്യാവുന്നതാണ്. അടുത്ത ഒരു സ്ലൈഡിൽ നമ്മൾ മറ്റൊരു ചാർട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മറ്റൊരു ചാർട്ട് ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷനിൽ നിന്ന് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഓപ്ഷനൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഒരു സ്ലൈഡൂടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ പിക്ചർ ആഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നോക്കുന്നത്.
അപ്പോൾ നമ്മൾ എഴുതാനുള്ള പോർഷൻ ഡിലീറ്റ് ചെയ്തതിന് ശേഷം പിക്ചർ ആഡ് ചെയ്യുകയാണ്. താഴെയായിട്ട് നമുക്ക് പിക്ചർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിൻ്റെ ഗാലറിയിലേക്ക് പോകാനും നമ്മുടെ ഗാലറിയിലുള്ള പിക്ചർ ആഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. നമ്മളിപ്പോൾ ബ്രേക്ക് ദ ചെയിൻ എന്നുള്ള ആ ഒരു ക്യാമ്പയിൻ്റെ ഫോട്ടോ ഇവിടെ ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ പ്രസൻറ്റേഷനിൽ അനിവാര്യമായിട്ടുള്ള പിക്ചറുകൾ ഏതാണോ അത് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു സ്ലൈഡ് നമുക്ക് പിന്നീട് ഒന്നുകൂടെ മാറി അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു ഓർഡർ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്ലൈഡിൽ പ്രസ് ചെയ്തുകൊണ്ട് അത് നമുക്ക് ഒന്നാമതോ രണ്ടാമതോ മൂന്നാമതോ ഒക്കെ ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. നമ്മൾ ബ്രേക്ക് ദ ചെയിൻ എന്ന ഈ ഒരു സ്ലൈഡ് ചെയ്യുന്നത് പോലെ നമ്മൾ മറ്റൊരു സ്ലൈഡ് കൂടെ ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ നമ്മൾ എഴുതാനുള്ള ഒരു പോർഷൻ ഡിലീറ്റ് ചെയ്യുന്നു. അടുത്തൊരു പോർഷനിൽ നമ്മൾ താങ്ക് യു എന്ന് എഴുതാമെന്നാണ് കരുതുന്നത്. അപ്പോൾ അവിടെ നമ്മൾ താങ്ക് യു എന്ന് എഴുതുന്നു. താങ്ക് യു എന്ന് എഴുതിയതിന് ശേഷം നമ്മൾ ആ ഒരു ടെക്സ്റ്റ് പോർഷൻ സെലക്ട് ചെയ്ത് അത് നമ്മൾ ബോൾഡ് ആക്കുന്നു. അതിനുശേഷം A+ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് വലുതാക്കാനും A- എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ടെക്സ്റ്റ് ചെറുതാക്കാനും സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ടെക്സ്റ്റിന് കളർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിൽ കളർ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെ വേണ്ടി നമ്മൾ താഴെ ലെഫ്റ്റ് കോർണറിലുള്ള 4 ബ്ലോക്ക് സെലക്ട് ചെയ്ത് ഹോം എന്നുള്ള ഓപ്ഷനിൽ പോയി ടെക്സ്റ്റിന് കളർ ആഡ് ചെയ്യുന്നു. ശേഷം I എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് ഇറ്റാലിക് ആക്കാനും U എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടെക്സ്റ്റിന് അണ്ടർലൈൻ ചെയ്യാനും സാധിക്കുന്നതാണ്. ടെക്സ്റ്റ് ബോക്സിൽ പോയി നമ്മൾ ഫിൽ കളർ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഇതിന് ശേഷം നമുക്കിനി ട്രാൻസിഷൻ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്ലൈഡ് എടുക്കുന്നു. അതിനുശേഷം താഴെ കാണുന്ന 4 ബ്ലോക്ക് സെലക്ട് ചെയ്ത് ട്രാൻസിഷൻ എന്നുള്ള ഓപ്ഷനിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കുറേയേറെ ട്രാൻസിഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഓരോ സ്ലൈഡിനും ഓരോരോ രീതിയിലുള്ള ട്രാൻസിഷൻസാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ ഏത് തരത്തിലുള്ള ഒരു ട്രാൻസിഷനാണ് നമ്മുടെ ഓരോ സ്ലൈഡുകൾക്കും വേണ്ടതെന്ന്. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു ട്രാൻസിഷൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ സ്ലൈഡുകൾക്കും വേറെ വേറെ ട്രാൻസിഷൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ മുകളിലായിട്ട് ലെഫ്റ്റ് കോർണറിൽ കാണുന്ന ഡൺ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഒരു പ്രസൻറ്റേഷൻ സേവ് ആയി വരുന്നത്. അപ്പോൾ നമ്മൾ ഡൺ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. അതിനുശേഷം നമ്മളതൊന്ന് വെറുതെ പ്ലേ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മളിതൊരു മൊബൈൽ വ്യൂവിൽ കാണുന്നത് കൊണ്ട് ഇത് ലാൻഡ്സ്കേപ്പ് മോഡിൽ വെച്ച് പ്ലേ ചെയ്തിരിക്കുന്നതായതുകൊണ്ട് നമുക്കിത് നേരെ കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് പ്ലേ ചെയ്ത് ഇങ്ങനെ നോക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ട്രാൻസിഷൻസ് ഒക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷെയർ എന്നൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഈ ഷെയർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒറിജിനൽ ഫയൽ എന്നുള്ള ഓപ്ഷൻ, അതിനുശേഷം സേവ് എന്നുള്ള ഓപ്ഷൻ. അതിനുശേഷം നമ്മൾ മൈ ഡോക്യുമെൻറ്റ്സിലേക്ക് സേവ് ചെയ്ത് സേവ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമുക്കിത് എങ്ങോട്ട് വേണമെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. മൈ ഡോക്യുമെൻറ്റ്സിൽ തന്നെ സേവ് ചെയ്യണമെന്നൊന്നുമില്ല. എവിടെ വേണമെങ്കിലും നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. നമുക്കിത് നേരിട്ട് ഗൂഗിൾ ഡ്രൈവിലേക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. മുകളിൽ ലെഫ്റ്റ് കോർണറിലായിട്ടുള്ള എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചാൽ നമുക്ക് ഇത് വീണ്ടും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എവിടെയൊക്കെയാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യാനും ഓഡിയോ ആഡ് ചെയ്യാനൊക്കെ ഉള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ട്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.